മനുഷ്യനാണോ ചില നിയമങ്ങളിൽ ബന്ധിതനാണ്? സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട് ഇപ്പോ. സർവതന്ത്ര സ്വാതന്ത്ര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയൽ. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമേ അല്ല. കുറെ ആളുകൾക്ക് ഇപ്പൊ അങ്ങനെയാണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അധികാരം. നിങ്ങളുടെ തിരുവനന്തപുരത്താണ് 2 ആഴ്ച മുമ്പ് LGBT പ്രൈഡ് പരേഡ് നടന്നത്. അവരുടെ അഭിമാന യാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കിട്ടിയവരും ട്രാൻസ് വുമണും ട്രാൻസ്മാനും ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷ റാലി. അതിന്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടലുള്ള അവരുടെ മഴവില്ലിന്റെ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, എന്റെ ശരീരം എന്റെ അധികാരം, എന്റെ ശരീരം എന്റെ അധികാരം. ഞാൻ വേണ്ട വിധം എന്റെ ശരീരം കൈകാര്യം ചെയ്യും. എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും. ആണായി പിറന്ന ഞാൻ പെണ്ണായി മാറും, പെണ്ണായി പിറന്ന ഞാൻ ആണായി മാറും. ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും, ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും. നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത്. അവരുടെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, തൽക്കാലം ഞാനത് പറയുന്നില്ല. സൗദിയിലായിരുന്നു അവർ +1ഉം +2ഉം പഠിച്ചത്. അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി. അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു, ലെസ്ബിയൻ കപ്പിൾസ്. ഏറ്റവും ഫേമസ് ആണ് അവരത്രേ. അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ളോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി. എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂവറുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുമ കയറ്റി വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെയും മാതാവിന്റെയും കുറ്റവും കുറവുകളും. എത്രമേൽ സങ്കടം ഉണ്ടാവും, എത്രമേൽ സങ്കടം ഉണ്ടാകും. എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത്. അവസാനം വെച്ചിട്ട് വ്ളോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. വാ തുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു. എന്താ പ്രശ്നം? പ്രസവിച്ചാ പോരാ, സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത്. ആർക്കാണ് 100% സ്വാതന്ത്ര്യമുള്ളത്? സൗദിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക. 6 വയസ്സിലും 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന്, ആ റോഡ് മുറിച്ചു കിടക്കണമെന്ന്. അങ്ങനെ എങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോൾ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും മെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം എവിടെ കിട്ടുന്നു? നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം. നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വന്നത്, ഞാൻ ഇവിടുന്ന് ഒരു പാട്ട് പാടിയാലോ? അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയുന്നത്, ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന്. ആ കഥ വായിച്ചവരുണ്ടാകും. അയാൾ ജയിലിലാണ്. അപ്പുറത്ത് വനിതാ ജയിലിലുള്ള ഒരു പെണ്ണുമായി യാദൃച്ഛികമായി ഇയാൾ സ്നേഹത്തിലാകുന്നു. അവർ തമ്മിൽ മതിലിന്റെ അപ്പുറത്ത് നല്ല വർത്താനങ്ങളും നടക്കും. ചെറിയൊരു ഓട്ടയിലൂടെ ഇയാൾ പൂവൊക്കെ വെച്ചു കൊടുക്കും. വാർഡന്മാരത് കണ്ടുപിടിച്ചിട്ട് ആ ദ്വാരം അവരടച്ചു കളഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. അവരിങ്ങനെ സംസാരിച്ച് ഭയങ്കര ബന്ധത്തിലായി. അവസാനം അവരൊരു ഐഡിയ തീരുമാനിച്ചു, നാളെ 2 പേർക്കും പനിക്കണം. അങ്ങനെ ജയിലിലെ ആശുപത്രിയിലേക്ക് 2 പേരും എത്തണം. ആശുപത്രി കോമണാ, ആണിനും പെണ്ണിനും വേറെ ഇല്ല. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോ പെട്ടെന്ന് കുളിച്ചൊരുങ്ങാണ്, പനിക്കാനുള്ളതാണ്. ലഭ്യമായ നല്ല ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ആശുപത്രി തുറക്കണമെങ്കിൽ 9 മണിയാവണം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് പനിയായിട്ട് ആശുപത്രി പോവാൻ. ആ സമയത്താണ് വാർഡൻ വന്നിട്ട് ഇന്ന് നിങ്ങൾ റിലീസാണെന്ന് പറയണേ, അയാൾ ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചു പറിച്ചിട്ടാ പറയണ, ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന്. എല്ലാ സ്വാതന്ത്ര്യമൊന്നും മനുഷ്യന് പറ്റില്ല എന്നാണ് ഞാനും പറയണത്. മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം. വേറൊരു കൂട്ടർ മനുഷ്യരെ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികളുണ്ട്, കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ, ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത്, ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത്? വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത്. അവൻ അല്ലാഹു ആവണം, നമ്മുടെ സ്രഷ്ടാവണം. സർവജ്ഞനാണവൻ, സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ, തുടക്കമില്ലാത്ത ഉണ്മയാണവൻ.
മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ്. ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനൊന്നുമല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ. മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു, ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു, ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല, സൗണ്ട് കൂടുന്ന പറഞ്ഞതാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടുന്ന സാധനം എന്ന് പുറമുള്ളൊരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ വിഡ്ഢിയാണോ? നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പടച്ച റബ്ബാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്. പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു. നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തിക്കൂടെന്ന് റബ്ബ് പറയുന്നു. അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയണം ആ നിലക്കൊന്നുമല്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഞാനൊരു കാറ് മേടിക്കുന്നു. ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം. ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട്, ഞാനതിൽ ഒഴിക്കുന്നു പറഞ്ഞാൽ മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ മൈ കാർ ഈസ് മൈ ചോയ്സ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ വെള്ളം ഒഴിച്ചിരുന്നു, ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട്, ഒരു കൊഴുത്ത ദ്രാവകം. വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ട്, നല്ല കൊഴുപ്പുണ്ട്, ഞാനിത് അങ്ങോട്ട് ഒഴിക്കുന്നു പറഞ്ഞാലോ? ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന പെടല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്ക് കൂടും, ഇന്ധനം കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അതിന്റെ സെൻട്രലിൽ ഒരു പെടലുണ്ട്, അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും. അതിന്റെ ലെഫ്റ്റ് വശത്ത് ഒരു പെടലുണ്ട്, അതിന് ആക്സിലേറ്റർ, അതിന് ക്ലച്ച് എന്നാണ് പറയാ. അത് ഉപയോഗിക്കേണ്ടത് ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിന്റെ ഒരു ബുക്കിൽ അതിന്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതിന്റെ കാറാ, ഫുൾ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ടയോട്ടയായിട്ട് ഒരു ബാധ്യതയും നിലനിൽക്കണില്ല, ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ്, മൈ കാർ ഈസ് മൈ ചോയ്സ്, എന്റെ കാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ, ഒരു വളവിൽ അത്യാവശ്യം 90 സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തുനിന്ന് നിറയെ മെറ്റൽ നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു, അവനൊത്തിരി സ്പീഡിലാണ്, രണ്ടുപേരും ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് കമ്പനിക്കാരന്റെ നിയമം ഓർമ്മ വരുന്നത്, സെന്ററിലെ പെടൽ ആഞ്ഞു ചവിട്ടണം. ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ്, എന്റെ കാർ, മൈ കാർ ഈസ് മൈ ചോയ്സ്, ഞാൻ ആ വലതുവശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം, അതോടെ തീർന്നു അയാളുടെ ജീവിതം. എന്തേ, കാർ അയാളുടേതല്ലേ? ആണ്, അയാളല്ലേ കാശ് കൊടുത്തേ, അതും ശരിയാണ്. ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ? ആണ്, ഉണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ അയാൾ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം, വണ്ടി നിൽക്കണം, അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോകും. അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും. വളരെ ലളിതമാണ് ഞാൻ പറയുന്നത്. ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ, അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത്. മനുഷ്യനാകുന്ന വാഹനം, ഇത് ശരിക്കും വാഹനമാണ്, നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ള ഒരിടം മാത്രം. അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചി എന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത്, നാട്ടുകാർ വിളിമാറ്റുന്നത്. പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറുന്നത്. രോഗമായി മരണത്തിന്റെ തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. വാപ്പ എവിടെ? ഇസ്രായേൽ പോയിട്ടുണ്ട് വാപ്പയുമായി. വാപ്പനെ എപ്പോഴാണ് എടുക്കുക എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്തപ്പ എടുക്കുന്നു എന്നാണ്. വാപ്പയെ എപ്പ മറമാടുന്നു എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്തപ്പ മറമാടുന്നു എന്നാണ്. ആരായിരുന്നു വാപ്പ? വാപ്പയുമായി ഇസ്രായേൽ പോയിട്ടുണ്ട്. ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഇതിലേക്ക് ഏത് വെള്ളം ചേർക്കണം? കള്ളു കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ്, മനുഷ്യന്റെ ജീവിത രീതിയാവുന്ന മാനിഫെസ്റ്റോ, ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ്, അവസാന നിയമം, പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇതിലൂടെ മദ്യം കയറ്റരുത്. കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം, മണ്ണെണ്ണ പാരരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? മനുഷ്യനെ പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന്, അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ്. കാറ് 2 ആഴ്ച നമ്മൾ ഇട്ടു പോകില്ല. ഉംറക്ക് പോകുമ്പോൾ അയൽവാസിനെ ഏൽപ്പിക്കും, നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണം എന്ന്, അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങിപ്പോകുന്നു.
ഈ വാഹനം ഇങ്ങനെ തന്നെ നടക്കരുത്, 5 നേരം കുനിയണം, ഓരോ സന്ധിയൊക്കെ നടക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരും. ഇടക്കിടക്ക് നമ്മുടെ ഓയിലും അതിനുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണം എന്ന് കമ്പനി പറയുമ്പോ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ, ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ആ നിയമസംഹിതയാണ് ഇസ്ലാം. മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു തന്ന വിശുദ്ധമായ ആദർശം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വലുന്നിലാഹിയുൻ, ദൈവികമായ സംവിധാനം. ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണവക്കത്തിൽ തന്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 130 മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനി, മക്കളോട് യാക്കൂബ് നബി മരണ സന്ദർഭത്തിൽ പറഞ്ഞു, മാ തഅബദൂന മിൻ ബഅദി ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരിക്കാനും. ഇടക്ക് വെച്ച് വ്യതിചലിക്കരുത്, എക്സായി പോകരുത്, മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും. അവിടുന്ന് ചോദിച്ചു, മാ തഅബദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? അഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇലാഹം വാഹിദ, അങ്ങ് പഠിപ്പിച്ച ഇലാഹിനെ, അങ്ങയുടെ പിതാവാകുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പഠിപ്പിച്ച ഇലാഹിനെ, ഏകനാം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. ആ മക്കളുടെ സന്തോഷപൂർവ്വമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടു കൂടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെടുന്നത്.